ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സുവിശേഷം എന്നാൽ എന്ത്? സുവിശേഷം അനേക തെരുവുകളിലും ചന്തക്കവലുകളിൽ നിന്ന് പ്രസംഗിക്കുന്നത് എന്തിന് എന്നുള്ള അനേകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ടാണ് കഴിഞ്ഞ 6 എപ്പിസോഡുകളിലായിട്ട് നാം ചിന്തിച്ച് വന്നത്. അവിടെയൊക്കെയും മറ്റുള്ള മഹാന്മാരിൽ നിന്നും നേതാക്കന്മാരിൽ നിന്നും വ്യത്യസ്തനായിരുന്നു കർത്താവായ യേശുക്രിസ്തു എന്നും, അതേ ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് ജീവിച്ച് മരിച്ച യേശുക്രിസ്തു അതാകുന്നു എൻ്റെ സുവിശേഷമെന്നും ഉള്ള വചനങ്ങളെ ആധാരമാക്കി കഴിഞ്ഞ 6 എപ്പിസോഡുകളിൽ നാം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് 7ാം എപ്പിസോഡിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ഇത് 7ാം എപ്പിസോഡിൽ നാം കടന്നു വന്നിരിക്കുമ്പോൾ ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റി, അതായത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ കൂടി ചിന്തിക്കുവാൻ ഇന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനു മുൻപായിട്ട് 1-2 വേദഭാഗങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 18-ാം വാക്യം. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. ഒന്നുകൂടി ഞാൻ വായിക്കട്ടെ. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്നവർക്കോ ദൈവശക്തിയും ആകുന്നു എന്ന് പറഞ്ഞാൽ, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സകലമാന ജനത്തെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. ആരെല്ലാം ഈ ക്രിസ്തുവിൻ്റെ വചനത്തെ നിരാകരിക്കുന്നുവോ, അഥവാ ആരെല്ലാം ഈ ക്രിസ്തുവിൻ്റെ വചനത്തെ നിരസിക്കുന്നുവോ അവർക്ക് ഇത് ഭോഷത്വമാണ്. എന്നാൽ ആരെല്ലാം ഇതിനെ സ്വീകരിക്കുന്നുവോ അവർക്ക് രക്ഷിക്കപ്പെടുന്നതിനുള്ള ഒരു ദൈവശക്തി ആകുന്നു എന്നാണ് ഈ വേദഭാഗത്തിൽ അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു വേദഭാഗം റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 16-ാം വാക്യം. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന യവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. ഈ സുവിശേഷം ദൈവശക്തിയാണ്. ഈ സുവിശേഷം എന്തെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തു അതാകുന്നു എൻ്റെ സുവിശേഷം. ആ സുവിശേഷം അതെ ഇവിടെ പറയുന്നത്, ആ സുവിശേഷത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, എനിക്ക് ലജ്ജയില്ല. തത്വചിന്തകനായിരിക്കുന്ന പൗലോസ്, അത് വളരെ പാണ്ഡിത്യം പ്രാപിച്ചതായിരിക്കുന്ന പൗലോസ്, ക്രിസ്തു മതത്തിന് എതിരായി നിന്നതായിരിക്കുന്ന പൗലോസ്, ക്രിസ്തു വിശ്വാസികൾക്കെതിരെ അഹോരാത്രം എതിരായിട്ട് നിന്നതായിരിക്കുന്ന പൗലോസ് പറയുന്നത്, തനിക്ക് ഒന്നേ ഉള്ളൂ പറയാനായിട്ട്, വേറൊന്നും തനിക്ക് പറയുവാനില്ല. ഒരുപക്ഷെങ്കിൽ തനിക്ക് പറയുവാൻ കൊണ്ട് അനേകം ഉണ്ടായിരുന്നു, എന്നാൽ അതൊക്കെ അവന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് അവൻ ഇപ്പോൾ താൻ പറയുന്നത്, എനിക്കൊന്നേ പറയാനുള്ളൂ, അത് ക്രൂശിൻ്റെ വചനം മാത്രം. ക്രൂശിൻ്റെ വചനം മാത്രമേ എനിക്ക് പറയുവാൻ ഉള്ളൂ. ഞാൻ പറയുന്നത്, സുവിശേഷം പറയുന്നതിന് എനിക്ക് ലജ്ജയില്ല. ഈ സുവിശേഷം പറയുന്നത് ഒരു അപമാനമായി ഞാൻ കരുതിയ ഒരു കാലയളവ് ഉണ്ടായിരുന്നു. ഈ സുവിശേഷം പറയുന്നവരെ അത് ദോഷിക്കുന്നതായിരിക്കുന്ന, അവർക്കെതിരെ നിൽക്കുന്നതായിരിക്കുന്ന, അവർക്കെതിരെ ആക്രമണം നടത്തുന്നതായിരിക്കുന്ന ഒരു കാലയളവ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ പറയുന്നത്, ഈ സുവിശേഷം പറയുന്നത് ഒരു അപമാനമായി ഞാൻ കരുതുന്നില്ല. കരുതിയ ഒരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ സുവിശേഷത്തിനെതിരായി ഞാൻ പോരാടിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് എനിക്കത് അപമാനമല്ല, പ്രത്യുത അഭിമാനമായിട്ട് ഞാൻ ഇന്ന് കരുതുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. കാരണം വിശ്വസിക്കുന്നവർക്ക് അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. ഇത് അനുഭവിച്ചറിഞ്ഞ അപ്പോസ്തലനായ പൗലോസ് പറയാണ്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് പറഞ്ഞാൽ താൻ ഏത് സ്ഥാനത്തും കടന്നുപോയി, ഏത് കവലയിലും പോയി നിന്നുകൊണ്ട് പറയുവാൻ തക്കോണം തനിക്ക് ലജ്ജയില്ല, തനിക്ക് അതിന് ശക്തി ലഭിച്ചിട്ടുണ്ട്. ആ ശക്തി മനുഷ്യ ശക്തിയല്ല, ദൈവശക്തിയാണ് എന്നാണ് ഇവിടെ പറയുവാൻ തക്കോണം കഴിയുന്നത്. അതേ പ്രിയരെ, ദൈവശക്തിയാണിത്. ക്രൂശിൻ്റെ വചനം, അതായത് സുവിശേഷം, ഈ ദൈവശക്തി ലഭിക്കുന്നത് രക്ഷിക്കപ്പെട്ടവർക്ക് മാത്രമാണ്. ഈ രക്ഷ കരസ്ഥമാക്കുന്നത് വിശ്വസിച്ചവർക്ക് മാത്രമാണ്. മുകളിൽ നാം വായിച്ചതായിരിക്കുന്ന 2 വേദഭാഗങ്ങൾ, അത് പൗലോസ് ആണല്ലോ എഴുതിയിരിക്കുന്നത്. പൗലോസ് ഒരു യഹൂദനാണ്. നമുക്കറിയാം, ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം ക്രൂശ് ശപിക്കപ്പെട്ടതാണ്. ഒരിക്കലും ഒരു യഹൂദന് ക്രൂശിൽ മരിച്ച യേശുക്രിസ്തുവിനെ പറ്റി പുകഴുവാൻ കൊണ്ട് സാധ്യമല്ല. താനും പുകഴ്ത്തിയിട്ടില്ലായിരുന്നു. എന്നാൽ താൻ പുകഴുവാൻ തക്കവണ്ണം കാരണം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് താൻ ഈ രീതിയിൽ പറയുവാൻ തക്ക കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കാരണം ഒന്നേ ഉള്ളൂ. യഹൂദ പശ്ചാത്തലത്തിൽ നിന്നും ക്രിസ്തു മാർഗത്തിലേക്ക് കടന്നു വന്ന പൗലോസ് പറയുന്നത്,
എന്നെ രക്ഷയെങ്കിലേക്ക് നടത്തിയത് ഈ ക്രൂശാണ്. ഈ ക്രൂശിന്റെ വചനം എനിക്ക് ദൈവശക്തി ആകുന്നു. ഈ ക്രൂശിന്റെ വചനം അഥവാ സുവിശേഷത്തിന്റെ പ്രത്യേകത ഇത് ഏവനും ഉള്ളതാണ്. കൂടാതെ ഇത് വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന രക്ഷയാണ്. ഈ രക്ഷ, ഈ ദൈവശക്തി, ഈ ദൈവശക്തി പ്രാപിക്കുവാൻ തക്കോണം നാം ഒരു പണിയും ചെയ്യേണ്ട, ഒരു കർമ്മമാർഗത്താലല്ല, ഇത് പുണ്യപ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടല്ല, ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ടല്ല, എന്നാൽ വിശ്വാസത്താൽ ലഭിക്കുന്ന രക്ഷയാണ് ഈ സുവിശേഷത്തിൽ കൂടി നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നത്. ഇതിനെ അനുഭവമാക്കുവാൻ തക്കണം, കരസ്ഥമാക്കുവാൻ തക്കണം അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന് കഴിഞ്ഞു. പ്രിയരെ, ഞങ്ങൾ ഘോഷിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ഈ വചനം, അതായത് സുവിശേഷത്തിൻ്റെ ഏതാനും ചില പ്രത്യേകതകൾ കൂടെ ഇന്നത്തെ എപ്പിസോഡിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യേശു ക്രിസ്തു ജനിച്ചവനല്ല, അവൻ വന്നവനാണ്. വന്നവനെങ്കിൽ ഇവിടെ നിന്ന് വന്നു. ഈ വിഷയങ്ങൾ നമുക്ക് ഇന്ന് ബൈബിളിൽ നിന്നും ചില വേദഭാഗങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് അല്പമായിട്ട് ചിന്തിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റാരെങ്കിലും ഞാൻ ചോദിക്കട്ടെ, ഈ ലോകത്തിൽ ജനിച്ചവരായിട്ടുള്ളവർ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ വന്നവനാണെന്ന്? ഒരിക്കലും ആരും പറഞ്ഞിട്ടില്ല. ഏത് മതപണ്ഡിതന്മാരോ മഹാന്മാക്കളോ ഗുരുക്കന്മാരോ ആരെങ്കിലും ഇപ്രകാരം പറഞ്ഞിട്ടുണ്ടോ? അത് ഞാൻ മുമ്പുണ്ടായിരുന്നവനാണ്, ഇപ്പോൾ ഞാൻ ജനിച്ചവനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്നാൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞിട്ടുള്ളതായിരിക്കുന്ന ചില വസ്തുതകൾ വളരെ ചുരുക്കമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 45-ാം വാക്യം, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നതെന്നുള്ളത് നിങ്ങളൊന്ന് അടിവരയിടുക. അവൻ വന്നവനാണ്, അവൻ ജനിച്ചവനല്ല. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തില്, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. അവൻ ജനിച്ചുവെന്നല്ല, അവൻ വന്നത്. എന്തിനാണ് വന്നെന്നുള്ളത് കഴിഞ്ഞ എപ്പിസോഡ് നാം ചിന്തിക്കുകയുണ്ടായി. അതുകൊണ്ട് വീണ്ടും ഞാനത് ആവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇവിടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, യേശു ക്രിസ്തു ജനിച്ചു, അത് മനുഷ്യ അവതാരം എടുക്കുവാൻ വേണ്ടി താൻ ജനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ അവൻ്റെ യേശു ക്രിസ്തുവിൻ്റെ ആരംഭം അതല്ലായിരുന്നു. ജനിച്ച ദിവസം അല്ലായിരുന്നു തൻ്റെ ആരംഭം, അവൻ മുന്നമേ ഉണ്ടായിരുന്നു. അവൻ വന്നവനാണ്. മത്തായി സുവിശേഷം 5-ാം അധ്യായം 17-ാം വാക്യത്തിലെ, ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നിർത്തലാക്കാൻ വന്നവനാണെന്ന് കരുതരുത്. ഞാൻ വന്നത് അവ നിവർത്തിലാക്കാനല്ല, നിറവേറ്റാനായിട്ടാണ്, നിർത്തുവാൻ വേണ്ടിയല്ല. പിന്നെയോ ഞാൻ നിറവേറ്റാനായിട്ട് ഞാൻ വന്നവനെന്നുള്ളതിനെ നിങ്ങൾ അടിവരയിടുക. മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 34-ാം വാക്യത്തിലെ, ഭൂമിയിൽ സമാധാനം വരുത്തുവാനാണ് ഞാൻ വന്നതെന്ന് കരുതരുത്. ഞാൻ വന്നവൻ. നോക്കുക, അവൻ ജനിച്ചു എന്നല്ല, വന്നവൻ. ഇപ്രകാരം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ വന്നവനാണെന്ന്? ഇല്ല, ആരും പറഞ്ഞിട്ടില്ല. കർത്താവായ യേശു ക്രിസ്തു ഒരുവൻ മാത്രം. അവൻ ദൈവപുത്രനായിരുന്നു, അവൻ ദൈവമായിരുന്നു. അവൻ്റെ ആരംഭം ബേത്ലഹേമിലല്ലായിരുന്നു. അവൻ ജനിച്ചു, സത്യം തന്നെ. എന്നാൽ അവൻ്റെ ആരംഭം അവിടെ അല്ല എന്നുള്ളത് വളരെ വ്യക്തമായും സ്പഷ്ടമായും ഈ വാക്കുകൾ നമുക്ക് കാണുവാൻ തക്കണം കഴിയും. തുടർന്ന് നമുക്ക് നോക്കാം. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തില്, പാപികളെ വിളിക്കാനാണ് യേശു വന്നത്. പാപികളെ വിളിക്കാനായിട്ടാണ് യേശു വന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 32-ാം വാക്യത്തിലെ, നീതിമാന്മാരെയല്ല പാപികളെയാണ് മാനസാന്തരത്തിലേക്ക് വിളിക്കാൻ ഞാൻ വന്നത്. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 45-ാം വാക്യത്തിലെ, യേശു വന്നത് ശുശ്രൂഷിക്കുവാനും ജീവൻ നൽകുവാനുമാണ് യേശു ക്രിസ്തു വന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 18-19 വാക്യത്തിലെ, യേശു സുവിശേഷം പ്രഖ്യാപിക്കാനാണ് വന്നത്. അവിടെ വ്യക്തമായിട്ട് കാണുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 10-ാം വാക്യത്തിലെ, നഷ്ടപ്പെട്ടവരെ അന്വേഷിക്കാനും രക്ഷിക്കാനുമായിട്ടാണ് യേശു വന്നത്. യോഹന്നാൻ 6-ാം അധ്യായത്തിൽ 38-40 വരെ വായിക്കുമ്പോൾ, വിശ്വാസികളെ നിലനിർത്താനും രക്ഷിക്കാനും ഉയർപ്പിക്കുവാനുമുള്ള പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ യേശു വന്നു. യോഹന്നാന്റെ സുവിശേഷം 9-39 വാക്യത്തിലെ, ന്യായവിധിക്കായിട്ട് യേശു വന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിലെ, സമൃദ്ധിയുടെ ജീവൻ നൽകാനാണ് യേശു വന്നത്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 46-ാം വാക്യത്തിലെ, വിശ്വാസികൾ ഇരുട്ടിൽ വസിക്കാതിരിക്കാനാണ് യേശു വന്നത്. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 37-ലെ, സത്യത്തിന് സാക്ഷി വഹിക്കാനാണ് യേശു വന്നത്. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 58-ാം വാക്യത്തിൽ പറയുന്നത്, യേശു അവരോട്, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിനു മുൻപേ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു. ഈ വാക്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ തക്കം കഴിയുന്നത്, യേശുവിന്റെ ജനനം തന്റെ ആരംഭമല്ലായിരുന്നു. പാപികളുടെ രക്ഷയ്ക്കായി മനുഷ്യാവതാരം എടുക്കേണ്ടതായിരുന്നു. അങ്ങനെ താൻ ഈ ലോകത്തിൽ ജനിച്ചത്. എന്നാൽ ഈ ലോകത്തിൽ ജനിച്ച് ജീവിച്ചു മരിച്ച ആർക്കെങ്കിലും ഇപ്രകാരം ഞാൻ വന്നവൻ
എന്ന് പറയുവാൻ തക്കണം കഴിയുമോ? കഴിയുകയില്ല. നമുക്കറിയാം, ഈ ഉൽപ്പത്തി പുസ്തകം 1-26 വാക്യം വായിക്കുമ്പോഴേ അവിടെ കാണുന്നുണ്ട്, മനുഷ്യൻ്റെ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, നാം നമ്മുടെ ദൈവം പറയാണ്, നാം നമ്മുടെ അവിടെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ അവിടെ നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നുണ്ട്. ചുരുക്കമായി ഞാൻ പറയട്ടെ, ഇന്ന് ഈ എപ്പിസോഡിൽ ഞാൻ പറയുവാൻ കൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു വിഷയമുള്ളൂ. യേശു ക്രിസ്തു മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സുവിശേഷം, അതായത് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തിനേറ്റ ഈ യേശു ക്രിസ്തു ഇതാകുന്ന സുവിശേഷം, ഈ സുവിശേഷം ഘോഷിപ്പാൻ തക്കണം കാരണമായി തീർന്നത് ഈ യേശു ക്രിസ്തു മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തനായിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. തൻ്റെ ജനത്തോടുള്ള ബന്ധത്തിൽ നാം ചിന്തിച്ചു, തൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നാം ചിന്തിച്ചു, തൻ്റെ മരണത്തോടുള്ള വിഷയത്തിൽ നാം ചിന്തിച്ചു, താൻ ജനനത്തോടുള്ള ബന്ധത്തിൽ ജനിക്കുക എന്നുള്ളത് മാത്രമല്ല, അവൻ വന്നവനായിരുന്നു, അവൻ മുൻപേ ഉണ്ടായവനായിരുന്നു, അവൻ ഈ ലോകത്തിൽ അവതരിച്ചു. കാരണം അവൻ പാപികളെ രക്ഷിക്കുവാൻ വേണ്ടി. എന്തിനാണ് കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം ജനിക്കുവാൻ എന്നൊക്കെ കാരണമായി തീർന്നത്? പരിശുദ്ധനായിരിക്കുന്ന ദൈവം പാപിയായ മനുഷ്യൻ, ഇവരുടെ മധ്യത്തിൽ ഒരു മധ്യസ്ഥനെ ആവശ്യമായിരുന്നു. ഈ മധ്യസ്ഥൻ എങ്ങനെയുള്ളവനായിരിക്കണം? 100% മനുഷ്യനും 100% ദൈവമായിരിക്കണം. ഒരു മനുഷ്യൻ വന്നു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നൊന്ന് മധ്യസ്ഥ ചെയ്യാൻ കഴിയുകയില്ല. ഒരു മനുഷ്യനാണെങ്കിൽ സാധിക്കില്ല, ഒരു ദൈവമാണെങ്കിൽ അപ്രകാരം മനുഷ്യനുമായിട്ട് ഇടപെടുവാൻ കൊണ്ട് സാധിക്കില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു 100% മനുഷ്യനും 100% ദൈവമായിരിക്കുന്ന ഒരുവൻ ഈ ലോകത്തിൽ ജനിക്കേണ്ടത്, അവതരിക്കേണ്ടത് ആവശ്യമായിരുന്നു. അങ്ങനെ പുരുഷ സമ്പർക്കത്താൽ അല്ല, പരിശുദ്ധാത്മാവിനാൽ മറിയ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കുകയും ആ കർത്താവ് യേശു ക്രിസ്തുവാണ് പിതാവായ ദൈവത്തിനും പാപിയായ മനുഷ്യനും തമ്മിൽ അതേ കാൽവരി ക്രൂശിൽ മരിച്ച് അവരെ യോജിപ്പിക്കുവാൻ തക്കണം. പാപഭംഗിരമായ ജീവിതത്തിൽ നിന്ന് ഒരു പരിശുദ്ധിയുടെ പാതയിലേക്ക് കൊണ്ടുവരാൻ തക്കണം കർത്താവായ യേശു ക്രിസ്തുവിന് കഴിഞ്ഞത്. അതാണ് സുവിശേഷം. ആ സുവിശേഷമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. പ്രിയരെ, നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇതുവരെ ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ സുവിശേഷത്തിൽ നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ ഈ സുവിശേഷത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. വേറൊന്നുമില്ല, വിശ്വാസത്താൽ. ഇതുവരെ നിങ്ങൾക്ക് ഇത് ലജ്ജയായിട്ട് തോന്നിയിരുന്ന സമയങ്ങൾ ആയിരിക്കാം. ഒരു പക്ഷേ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെ പോലെ നിങ്ങൾക്ക് ഇന്ന് പറയുവാൻ തക്കണം കഴിയും, എനിക്ക് ഈ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതിൽ എനിക്ക് ലജ്ജയില്ല, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഇതുവരെ ഞാൻ ഒരു അപമാനമായിട്ട് കരുതിയിരുന്ന ഒന്നായിരുന്നു. ഒരു പണി, ഒരു ജോലി ഇല്ലാത്തവരെ വന്ന് ഘോഷിക്കുന്നതാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ അവരെ പുച്ഛിക്കുകയും നിന്ദിക്കുകയും ചെയ്ത ഒരു സമയമുണ്ടായിരുന്നു. പ്രിയമിത്രമേ, ഇന്ന് തന്നെ നിനക്കൊരു തീരുമാനം എടുക്കാൻ എന്തൊക്കെ കഴിയും. കഴിഞ്ഞ കാലം വിട്ടിട്ട് ഇതാ ഒരു സമയം. ഈ സുവിശേഷത്തെ നിങ്ങൾ അംഗീകരിക്കുമോ? ഈ സുവിശേഷം അത് ദൈവശക്തിയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുമോ? ഈ സുവിശേഷമാണ് മനുഷ്യ ജീവിതത്തിലെ മനപരിവർത്തനം തരുവാൻ കഴിയുന്നത്. അനേകരുടെ ജീവിതത്തിൽ ഈ സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ടതായിരിക്കുന്ന അനേക അനുഭവങ്ങൾ കാണുവാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സമാധാനമില്ലാതെ കണ്ട് സന്തോഷമില്ലാതെ നിങ്ങളൊരു കുടുംബജീവൻ നയിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ഭാര്യയോ ഭർത്താവോ മക്കളോ മാതാപിതാക്കളോ ആരും ആയിക്കോട്ടെ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ സുവിശേഷം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ചെയ്യുവാൻ കഴിയും. ഈ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ കഴിയും. അവൻ നിങ്ങളെ ഇന്നും ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ മാടി വിളിക്കുകയാണ്. അധ്വാനിക്കുന്നൊരു ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ ഒരു, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ആശ്വാസമില്ലാതെ കണ്ട് നിങ്ങൾ വഴിതെറ്റി നടക്കുന്നവരാണോ? അതേ സമാധാനമില്ലാതെ കണ്ട് രാത്രി ഉറങ്ങുവാൻ കഴിയാത്തതായിരിക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് നിങ്ങളായിരിക്കുന്നെങ്കിൽ, നിങ്ങളുടെ സകല ഭാരവും പാവവുമായിട്ട് ഇന്ന് തന്നെ ഈ സമയത്ത് തന്നെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാദപീഠത്തിലേക്ക് വരിക. നിങ്ങൾക്ക് വേണ്ടി മരിച്ചൊരു കർത്താവുണ്ട്. നിങ്ങൾ എന്നും പാപബന്ധനത്തിൽ കിടക്കുവാൻ തക്കണം, അല്ല, പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം തരുവാൻ തക്കണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സുവിശേഷം പല സ്ഥലങ്ങളിലും കടന്നുപോയി നിന്നുകൊണ്ട് ഈ സുവിശേഷം അറിയിക്കുന്നത്. ഇന്ന് നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ സുന്ദരക്ഷിതാവായി സ്വീകരിക്കുമോ? അത് എപ്രകാരമാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു പാപിയാണ് കർത്താവേ. എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഞാൻ അനേക പാപങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ജന്മം ഞാൻ പാപിയാണ്. കർമ്മണ അനേക കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ പാപം ചെയ്തിട്ടുണ്ട്. എന്നാൽ എൻ്റെ പാപത്തിനു വേണ്ടി, എൻ്റെ പാപത്തെ ക്ഷമിക്കുവാൻ തക്കണം കഴിവുള്ള കർത്താവായ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് ലോകത്തിലേക്ക് കടന്നു വന്ന് എനിക്ക് വേണ്ടി ആ യാഗമായി തീർന്ന് ഞാൻ അനുഭവിക്കേണ്ട ശിക്ഷ
അവിടുന്ന് കാൽവരി ക്രൂശിൽ സഹിച്ചു എന്നുള്ള വിഷയം നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ, ആ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ സ്വന്തം രക്ഷിതാവായി നിങ്ങൾ സ്വീകരിക്കുന്നുവെങ്കിൽ, ഈ മുഹൂർത്തത്തിൽ, ഈ സമയത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മകനായി മകളായി തീരുവാൻ തക്കോണം കഴിയും. അതേ വചനത്തിൽ പ്രകാരം പറയുന്നുണ്ട്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പേര് മാറ്റുന്നതിലല്ല, സഭ മാറുന്നതിലല്ല, മതം മാറുന്നതിലല്ല, മനുഷ്യന്റെ മനസ്സിന് മാറ്റം വരേണ്ടിയിരിക്കുന്നു. അതാണ് ആവശ്യമായിരിക്കുന്നത്. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ, ഒരുവൻ ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അവിടെയും പോരാ, പഴയതെല്ലാം കഴിഞ്ഞുപോയി. പഴയ സ്വഭാവം, പഴയ ചാൽച്ചലനം, പഴയ എല്ലാ രീതികളും ഒരു സമ്പൂർണ്ണമായിരിക്കുന്ന ഒരു മാറ്റം നിന്റെ ജീവിതത്തിൽ കടന്നു വരും. ഇത് പൈസ കൊണ്ട് നേടാവുന്ന ഒന്നല്ല, വിദ്യ കൊണ്ട് നേടാവുന്ന ഒന്നല്ല, ധനസമ്പത്ത് കൊണ്ട് നേടാവുന്ന ഒന്നല്ല. ഇത് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചതായിരിക്കുന്ന ആ ദൈവശക്തിയാൽ നിന്റെ ജീവിതത്തിൽ അത് സംഭവിക്കാൻ സാധിക്കും. ഇന്ന് തന്നെ കടന്നു വരിക ആ കർത്താവായ യേശു ക്രിസ്തു പാദപീഠത്തിലേക്ക്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ.